വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ പല പല പ്രോഗ്രാംസും പിന്നെ പരീക്ഷയൊക്കെ കാരണം ഞാനിത് മറന്നുപോയത് തന്നെ അങ്ങനെ ആയി. പക്ഷേ ഞാൻ ഇത് വിട്ട് കളയത്തില്ല. നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇടാൻ വേണ്ടി നിങ്ങൾക്ക് എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ വന്നിരിക്കുന്നു. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ നിന്ന് മേടിച്ച ഒരു സൂപ്പർ സാധനമാണ്. ഇത് അൺബോക്സ് ചെയ്യാൻ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അപ്പോൾ അവനെ വെൽക്കം ചെയ്യാം. ദർശൻ, പ്ലീസ് വെൽക്കം ടു ദ സ്കൂൾ. ആയി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഞങ്ങൾ ഡ്രോയിങ് ക്ലാസ് വെച്ചിട്ട് ഞങ്ങൾ പരിചയമായത്. സോറി ഗൈസ്, മുമ്പേ പോസ് ചെയ്ത് നമ്മുടെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അയാൾക്ക് ചായ കൊടുക്കാൻ പോയാണ്. കൂടെ കടിയുണ്ട്. അപ്പോൾ ഏത് കടിയാ? വടയാന്ന് തോന്നുന്നു, ഏതോ വട. ഓക്കെ, അപ്പോൾ നമുക്ക് വടയെല്ലാം കാണാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദർശനാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇതൊന്ന് പൊക്കി അൺബോക്സ് ചെയ്യും. ഓക്കെ, ഞാൻ തുറക്കാൻ പോവാണ്. തുറന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തിരിക്കുന്നത് ട്രാൻസ്പാഡിൻ്റെ ഭൂമിയിലെ ഏറ്റവും ചെറിയ RC ഡൈകാസ്റ്റ് കാറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടീഷൻ മോശമാണ്, അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഗൈസ്, ഒരു മിനിറ്റ്. നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് കൺവേർഷൻ ചെയ്തിരിക്കുന്നു. ബോക്സ് ഒക്കെ എടുത്ത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന എവിടെ? അറിയാം. ആദ്യം ഒരു കാറാണ്. ഇത് ഏത് മോഡലാണെന്ന് ഞാൻ പറയാം. ഏത് മോഡലാണ് ഇത്? ഇതാണ് ജിമ്മി, സുസുക്കിയുടെ ഓഫ് റോഡാണ്. സുസുക്കിയുടെ ഓഫ് റോഡ് വണ്ടി. 14 ലക്ഷം രൂപ വരും. ഇതിന്റെ ശരിക്കുള്ള 14 ലക്ഷം. ഇതിന് ആർട്ടിയോ പോടാ, 999 രൂപയ്ക്കെല്ലാം കൂടെ കിട്ടും. വേണ്ട, റിച്ച് പോടാ. ഞാൻ ഓഫറിന് മേടിച്ചത്. ട്രാൻസ്പോർട്ടിൻ്റെ 1/64 സ്കെയിലാണ് ജിമ്മി. കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ കണ്ടോ, ഒരു ചാർജിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഇനി ഇത് വേറെ എന്ത് വരുന്നത്? ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഒരു റിമോട്ട് വരുന്നുണ്ട്. പല പല കൺട്രോൾസ് ഉണ്ട്. നമ്മളിത് ഓടിച്ച് കാണിക്കുന്നതാണ്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ആണല്ലോ. എന്തൊക്കെയാണ് ഇത് പേപ്പർ പരീക്ഷയ്ക്ക് ബിറ്റടിച്ചല്ലൂടാ. പോടാ, ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഏതാണ്ടൊരു പേപ്പർ പോടാ നണ്ടി. അപ്പോൾ ഈ ഒരു സാധനം നമുക്കിനി ഒന്ന് ഓടിച്ചു പോകാം. ചാർജൊക്കെ ചെയ്യാം. ചാർജ് ചെയ്യാൻ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഓക്കെ, നമ്മൾ വണ്ടി ചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം എല്ലാം ഒന്ന് ഒടുക്കി വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ഇതെൻ്റെ അനിയത്തിനോട് ഇപ്പോൾ അളിഞ്ഞു നോക്കുക. വണ്ടി നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. ഇവിടെ പോടാ, നമുക്ക് അകത്തോട്ട് പോയിട്ട് ഓടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫോണ് ശരിയാകുന്നതിന് മുമ്പ് അത് വാ. അപ്പോൾ ഓണാടാ, ചാടുന്നുണ്ട്. ഗൈസ്, ഇതൊന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് തിരിച്ചു വെച്ചിട്ടേ കാണാതെ. നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തിട്ട് ഇവിടെ വെള്ളം വന്നില്ല. ഇവിടെ തുടക്കത്തിൽ എനിക്ക് ഇരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആദ്യം നമ്മൾ അതിനകത്ത് ചായ കുടിക്കാൻ പോകണം. ഒരു കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ സൂപ്പർ വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മൾ ആമസോൺ കളിപ്പിച്ചൊരു പരിവെക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് കണ്ടെയ്നർ ഉണ്ടെന്ന് പറഞ്ഞ സാധനം തന്നില്ല. 4 ലൈറ്റ് 3 ലൈറ്റ് കത്തുന്നു. പല സാധനങ്ങളുണ്ട്, അതിനകത്ത് ഇല്ല. അങ്ങനെയുള്ള വിശ്വസിക്കാനേ പാടില്ല. പക്ഷേ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ അവർ പറയുന്നത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതങ്ങ് നിൽക്കും. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് മാക്സിമം മേടിക്കായിരിക്കുക. അപ്പോൾ ഗൈസ്, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ടാറ്റ. പോടാ.